നമസ്കാരം. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ അതിൽ വീടും വസ്തുവുമില്ലാത്ത ഒരു ഉമ്മയാണ് നിങ്ങളുടെ മുന്നിൽ. അഞ്ചാമതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഉമ്മയാണ്. അഞ്ചാമത് രജിസ്റ്റർ ചെയ്ത ഉമ്മാണ്. ഉമ്മാക്ക് വസ്തുവില്ല, വീടുമില്ല, ഒരുപാട് കാലമായി. ഭർത്താവില്ല, മോനുള്ള മരിച്ചുപോയി. ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുക. ഒരു കിടപ്പാടം കിട്ടിയാൽ അതിനകത്ത് കിടന്ന് മരിക്കണേ എന്നുള്ള വിചാരമാണ്. എനിക്ക് സുഖമില്ല, കിഡ്നിക്ക് അസുഖമാണ്. അതിന് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആരും ഇല്ലാത്ത കൊണ്ടുപോയി ചെയ്തില്ല. അങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കയ്യും കാലം തളർന്ന് ഇതിപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഇപ്പൊ ഉമ്മേരെ സഹായമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എൻ്റെ സഹായം ഒരു മോനുണ്ട് എനിക്ക്. അത് പെണ്ണുപിള്ളയുടെ കൂടെ നമ്മളെ ചേർക്കത്തില്ല. എന്നാലും എൻ്റെ മോൻ വല്ലതും തരും. ചെറുമോനുണ്ട് മരിച്ചവൻ്റെ, അവനും വല്ലതും തരും. നാട്ടുകാർ വല്ലതും തരും. ഇവിടുത്തെ അല്ല മോൻ, ഇവിടുത്തെ നമ്മളങ്ങോട്ട് SMP അടുത്തോട്ടെല്ലാം പോകും. അവർ വല്ലതും തരും. മോനെ പരിചയമുള്ളവരെല്ലാം. അതുകൊണ്ട് കഴിയുന്നു. എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീടും വസ്തുവില്ലാത്ത ഒരു ഉമ്മയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചത്. എന്തായാലും ഇവർക്കൊക്കെ വീടൊരുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയിൽ നിങ്ങളെല്ലാവരും ഭാഗമായി ഇതേപോലെയുള്ള അമ്മമാരുടെ ദുഃഖം നിങ്ങളും പങ്കുചേർന്ന് ഇവർക്ക് വേണ്ടുന്ന ധനസഹായം നൽകണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത്. കാരണം ഇവരൊന്നും നമുക്കൊരുപാട് നാള് ഇവർക്ക് ഇതേപോലെ വാടകയ്ക്ക് താമസിക്കുവാനോ അല്ലെങ്കിൽ അതിന് വാടക കൊടുക്കുവാനോ ഒന്നുമുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലല്ല ഇവരൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൈകോർത്ത് പടച്ചവൻ്റെ ആ ഒരു സഹായം നിങ്ങൾ ധനമായി നൽകിക്കൊണ്ട് ഈ ഉമ്മയെ രക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ വീഡിയോ ഇട്ട് അവരെ ഓരോരുത്തരെയും നിങ്ങൾ രക്ഷിക്കുവാനായി ഞങ്ങളോടൊപ്പം ചേരണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഉമ്മ നമ്മുടെ മാന്യ സഹോദരങ്ങളായ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ കഷ്ടം ദുഃഖവും അല്ലാതെ എനിക്ക് എന്താ കിടക്കാൻ കിടപ്പാടല്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ കഷ്ടം ഇങ്ങനെയാണ്. എനിക്ക് തരാനും മേടിക്കാൻ ആരോരും ഇല്ല. അത്രയേ ഉള്ളൂ. മക്കൾക്ക് കഴിവില്ലല്ലോ. ഒരു മോനുള്ളത്, അതിന് 2 കൊമര, ഒരു ഗതിയില്ല. പഠിച്ചോണ്ട് നിൽക്കുകയാണ്. അതിനൊരു ജോലി വാങ്ങണമെങ്കിൽ പൈസ ഇല്ല അതിനെ പഠിപ്പിക്കാൻ. ശരി ശരി. എന്തായാലും ഇങ്ങനെയുള്ളവരുടെ ആ ഒരു സഹായം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.